ആഗോള വിപണിയെ സ്വന്തം വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുകയാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം. ട്രംപിൻ്റെ ഡംപ് എത്ര കൂടുതലാണ് എന്നറിയണമെങ്കിൽ സെലൻസ്കിയുമായിട്ടുള്ള അഭിമുഖം ഒന്ന് ഓർത്താൽ മതി. ഏതായാലും സെലൻസ്കി ട്രംപിൻ്റെ ആ ഡംപിന് മുൻപിൽ ഒരു തരത്തിലും വിറച്ചു പോയില്ല, ആണത്തത്തോടെ നിന്നു എന്നത് തന്നെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അത് മറ്റു ലോകരാജ്യങ്ങൾക്കൊക്കെ സെലൻസ്കിയോട് അവജ്ഞയുണ്ടാക്കുമായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. എന്താണ് ട്രംപ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? ട്രംപ് അഹങ്കാരം കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോളതലത്തിൽ ഒന്നാമത്തെ GDPയുടെ ഉടമയായ രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ്. അതിനിപ്പോൾ ട്രംപ് എന്തിനിത്ര അഹങ്കരിക്കുന്നു? ട്രംപിൻ്റെ മഹത്വം കൊണ്ടല്ലല്ലോ. അമേരിക്കൻ ചരിത്രം, ഇക്കണോമിക് ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ അറിയാം, 2ാം ലോക മഹായുദ്ധത്തോടെ കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമായിരുന്നു അമേരിക്ക. പക്ഷേ അതിനുശേഷം സടകുടഞ്ഞെഴുന്നേറ്റ് കഠിനാധ്വാനത്തിലൂടെ അമേരിക്ക വളരെ പെട്ടെന്നാണ് കുതിച്ചുയർന്നത്. ആ ഉയർച്ചയുടെ ഫലമായിട്ടാണ് ഇതുപോലെ ഒന്നാമത്തെ GDP ആയി വളരുന്നത്. അത് മാത്രവുമല്ല, ഒന്നാമത്തെ GDP ആയി വളരുമ്പോഴേക്ക് ഒന്നാമത്തെ സാങ്കേതിക ശക്തിയായി, സാമ്പത്തിക ശക്തിയോടൊപ്പം തന്നെ സാങ്കേതിക വൈദഗ്ധ്യം ഏറ്റവും വളർന്ന രാജ്യമായി മാറുന്നതിനും അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ലോകത്തെവിടെയുമുള്ള ബുദ്ധികൂർമ്മതയെ, വൈദഗ്ധ്യത്തെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള അമേരിക്കയുടെ കഴിവായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിലും തന്നെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട, അതായത് ഫിസിക്സിലൊക്കെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞരൊക്കെ മലയാളികളല്ല, കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. മിക്കവാറും പേരൊക്കെ എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഇവരൊക്കെ തന്നെ എവിടെ വെച്ചാണ്, ഇവരിൽ ഒട്ടുമിക്കവരും തന്നെ അമേരിക്കയിൽ വെച്ചാണ് നൊബേൽ ലോറിയേറ്റ്സ് ആകുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ ആ രാജ്യത്തിൻ്റെ വൈദഗ്ധ്യത്തെയാണ് വളർത്തിയത്. അതുവഴിയുണ്ടായ എല്ലാ മേന്മയും കൊയ്തെടുത്തതും അമേരിക്കയാണ്. പക്ഷെ അതിനനുസരിച്ച് വളക്കൂറുള്ള മണ്ണ്, എന്ന് വെച്ചാൽ എല്ലാവിധത്തിലുള്ള വൈജ്ഞാനിക വളർച്ചയ്ക്കും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു രാജ്യമായി അമേരിക്ക മാറിയത് കൊണ്ടാണ് അതിന് കഴിഞ്ഞത്. ഇപ്പോൾ ചൈന അമേരിക്കയെ കടത്തിവെട്ടി ഒന്നാമത്തെ സാങ്കേതിക ശക്തിയായി മാറാൻ, വൈദഗ്ധ്യ ശക്തിയായി മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ അഹങ്കാരം, അതായത് അന്ന് വരുമ്പോൾ തന്നെ അമേരിക്കയെ ഒന്നാമത്തെ രാജ്യമാക്കുക, അമേരിക്കൻ ഡോളറിനെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി ഒട്ടും കുറയാതെ സംരക്ഷിച്ച് നിർത്തുക, അതുപോലെ അമേരിക്കയുടെ മേൽ വലിയ ചുങ്കം ചുമത്തുന്നവരെ തിരിച്ച് അതിൻ്റെ പല മടങ്ങ് ചുങ്കം ചുമത്തി ഒരു പാഠം പഠിപ്പിക്കുക, അങ്ങനെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക, അമേരിക്കയെ ഒന്നാമതാക്കുക, ഇതൊക്കെയായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശങ്ങൾ. ഈ ഉദ്ദേശങ്ങളൊക്കെ തന്നെ ഒരു രാജ്യസ്നേഹി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദുരുദ്ദേശങ്ങളെന്ന് പറയാൻ ഒക്കില്ല. പക്ഷേ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ അതൊന്നും നല്ല ലക്ഷ്യബോധമുള്ള കാര്യങ്ങളല്ല. കാരണം WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 മരാക്കേഷിൽ വെച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്യപ്പെടുന്നത്. ആ ട്രീറ്റി അനുസരിച്ച് ഇത്രയധികം വൈരുദ്ധ്യാത്മകമായി സാമ്പത്തിക മേഖലയെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും പാടുള്ളതല്ല. ഉദാഹരണത്തിന് ആ WTO തന്നെ തൊഴിലാളികളുടെ അന്താരാഷ്ട്ര ചലനം, മൂവ്മെൻറ്റ്, ഫ്രീ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഓഫ് ലേബർ, അത് അടിവരയിട്ടിട്ടുള്ളതാണ് WTOയുടെ കരാറുകളിൽ. അതിനെ ഒക്കെ ഉല്ലംഘിച്ചുകൊണ്ടാണ് കൈവിലങ്ങിട്ട് ഇന്ത്യയിലേക്ക് തന്നെ തൊഴിലാളികളെ ഇവിടുന്ന്, അതായത് ശരിയാണ്, അവർ വിസയൊന്നുമില്ലാതെ കള്ളക്കുടിയേറ്റം നടത്തിയവരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർ ആഗോളതലത്തിൽ തൊഴിലാളികൾ തന്നെയാണ്, ആഗോളതലത്തിൽ അവകാശങ്ങളുള്ളവരാണ്. അപ്പോൾ അവരെ കൈവിലങ്ങിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റാണ്. അതിനൊക്കെ മുതിർന്ന ട്രംപിൻ്റെ ഡംപാണ് നാം ഇവിടെ വലിച്ചു കീറി കളയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ ട്രംപ് വന്നതിന് ശേഷമാണ് സ്വർണ്ണ വിപണിയിൽ ഈ കുതിച്ചുചാട്ടങ്ങളൊക്കെ നാം കാണുന്നത്. അതായത് ആഗോള വിപണിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ തന്നെ
സാധന സാമഗ്രികളുടെ കയറ്റിറക്കങ്ങൾ, സ്വർണം, എല്ലാ ചരക്കുകളുടെയും ഗതാഗതം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ ആഗോള വിപണിയെ വട്ടം ചുറ്റിക്കുകയാണ് ട്രംപിൻ്റെ ചില നടപടികളും ചില വിമർശനാത്മകമായ ഇടപെടലുകളും. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു അനുരണനമാണ് ഇപ്പോൾ നാം സ്വർണത്തിൻ്റെ വിലയിൽ കാണുന്ന ഈ കയറ്റിറക്കം. അതായത് ആഗോളതലത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ എല്ലാവരും വളരെ ധൈര്യത്തോടെ സ്വന്തം ആസ്തി സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന, അതായത് വാല്യൂ കുറഞ്ഞു പോവുകയില്ല എന്ന് കരുതി സ്വന്തം സ്വത്ത് സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സ്വർണം. പക്ഷേ സ്വർണത്തെക്കാൾ എളുപ്പത്തിൽ പണമാക്കി സ്വന്തം കറൻസിയാക്കി മാറ്റാവുന്ന ഒന്നാണ് അത് ഡോളറായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ ഡോളർ സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം സ്വർണത്തിൽ സൂക്ഷിക്കുന്നതിനേക്കാളും വ്യാപാരി വ്യവസായികൾക്കും വ്യക്തികൾക്കും ഒക്കെ ഇഷ്ടമാണ് ഡോളറിൽ സൂക്ഷിക്കുന്നത്. കാരണം ഡോളർ എപ്പോഴും ഏകദേശം സ്ഥിരമായി അല്ലെങ്കിൽ സ്വർണം പോലെ തന്നെ മൂല്യം വർദ്ധിച്ചു വരുന്ന കറൻസിയാണ്. ഇന്ത്യൻ കറൻസിയുടെയും ഡോളറിൻ്റെയും കൂടി എക്സ്ചേഞ്ച് റേഷ്യോ, അതായത് ഓർമ്മിക്കണം, നമ്മൾ സ്വതന്ത്രമാകുന്ന 1947 1 രൂപ വാസ് ഈക്വൽ ടു $1. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ 87.25 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന നിലയിലേക്കാണ് ഡോളറിൻ്റെ വാല്യൂ ഉയർന്നത്. ഇപ്പോൾ നമുക്കൊരു ഡോളർ കിട്ടണമെങ്കിൽ 87 രൂപ 25 പൈസ കൊടുക്കണം. അത്ര ഉയർന്നു ഡോളറിൻ്റെ മൂല്യം. അപ്പം അങ്ങനെ ഡോളറിൻ്റെ മൂല്യം ഉയരുന്നത് പോലെ തന്നെയാണ് സ്വർണത്തിൻ്റെ മൂല്യം. ഒരുപക്ഷെ സ്വർണത്തിൻ്റെ മൂല്യം ഡോളറിൻ്റെ മൂല്യത്തെക്കാൾ കൂടുതൽ സ്റ്റേബിളാണ്. ഒരു ശക്തിക്കും അതിനെ അത്ര താഴേക്ക് തട്ടിവിടാൻ പറ്റുകയില്ല. ലോകമഹായുദ്ധം വന്നാലും സ്വർണത്തിന് പതനമില്ല, അപ്പോഴും ഡോളർ പതിച്ചു നിൽക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വർണം ഡോളർ. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, സ്വർണം വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നു, അതിനുശേഷം അത് കുറച്ച് താഴേക്ക് പോയി. അതുപോലെ തന്നെ 18 കാരറ്റ് സ്വർണത്തിൻ്റെ വിലയിലും വില വർധനം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 18 കാരറ്റിൻ്റെ വിലയിലും വർധനവ് ഉണ്ടാകുന്നത്? 22 കാരറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവ് അതിൻ്റെ എന്താ പറയുക, ഒരു കാരണവശാലും അതിൻ്റെ മൂല്യം വലിയ തോതിൽ താഴേക്ക് പോകില്ല എന്ന ഉറപ്പുകൊണ്ട്. പക്ഷേ 18 കാരറ്റിനും കാരണമുണ്ട്. കാരണം സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ കൂടുതലും നിർമ്മിക്കുന്നതിന് 18 കാരറ്റ്, പ്രത്യേകിച്ച് രത്നങ്ങളൊക്കെ പതിപ്പിച്ച ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 18 കാരറ്റ് സ്വർണമാണ്. അതുകൊണ്ടാണ് 18 കാരറ്റിൻ്റെ സ്വർണത്തിൻ്റെ വിലയിലും ഈ കയറ്റിറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോളറിനെ, അതായത് എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ വരവിന് ശേഷം, അതിനു മുൻപില്ലായിരുന്നു, ബൈഡൻ ഭരിച്ച കാലത്തും അമേരിക്ക GDP-യിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. അമേരിക്കയുടെ സവിശേഷതകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ട്രംപ് വന്നതുകൊണ്ട് മാത്രം ഒരു പ്രത്യേകതയും പറയാനുമില്ല. ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ഒരൊറ്റ പ്രത്യേകത നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് ലോകരാജ്യങ്ങളൊക്കെ സ്വന്തം രാജ്യത്തേക്ക് പകർത്താവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് എഫിഷ്യൻസി. അതായത് മറ്റു വകുപ്പുകളെ കാര്യക്ഷമമാണോ എന്ന് നിരീക്ഷിച്ച് ഓരോ വകുപ്പിൻ്റെയും കാര്യക്ഷമത മാക്സിമത്തിലേക്ക് നിർത്തി ഭരണ മികവ് അങ്ങേയറ്റത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അത് തീർച്ചയായിട്ടും എലൻ മസ്കിനെ പോലെയുള്ള ഉപദേഷ്ടാക്കളായിരിക്കാം ട്രംപിന് അത്തരം ഒരു പ്രധാനപ്പെട്ട വകുപ്പ് സൃഷ്ടിക്കുവാനുള്ള താല്പര്യം ജനിപ്പിച്ചത്. ഏതായാലും അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് എഫിഷ്യൻസിയുടെ ഒരു വകുപ്പുണ്ടാവുക, ആ വകുപ്പ് എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം വഹിച്ച് അവരെയൊക്കെ എഫിഷ്യൻ്റായിട്ട് നിലനിർത്തുക എന്ന് വെച്ചാൽ ഒരു ഡോളർ പോലും വേസ്റ്റാക്കി കളയാതെ വളരെ കാര്യക്ഷമതയോടുകൂടി അവിടുത്തെ വിഭവങ്ങൾ, അതായത് ഓരോ വകുപ്പിനും ബജറ്റ് അനുസരിച്ച് കൊടുക്കുന്ന വിഭവങ്ങൾ കൃത്യമായും കർശനമായും പ്രയോജനപ്പെടുത്തും. അതത് മേഖലകൾക്ക് അതത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടും. അപ്പോൾ വേസ്റ്റാക്കൽ, അതായത് വകമാറ്റലോ, നമ്മുടെ കേരളത്തിലുള്ളതുപോലെ വകമാറ്റലോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ ഭരണക്ഷമത, കാര്യക്ഷമത അങ്ങേയറ്റം. അത് നമ്മൾ അഭിജിത്ത് ബാനർജിയുടെ പുസ്തകം വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നുള്ള പുസ്തകം എടുത്ത് വായിച്ചാൽ അതിലും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്.
കാര്യക്ഷമതയ്ക്ക് വേണ്ടി അമേരിക്ക എപ്പോഴും ദത്തശ്രദ്ധരായിരുന്നു. അത് ഇപ്പോൾ ഒരു എലൺ മസ്കിന്റെ കീഴിൽ ഒരു വകുപ്പായിട്ട് വന്നതോടുകൂടി കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അങ്ങനെ അമേരിക്ക കാര്യക്ഷമത കൈവരിക്കുന്നു, അതോടൊപ്പം മറ്റു രാജ്യങ്ങളും കാര്യക്ഷമത കൈവരിക്കണ്ടേ? അതിനല്ല ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ കോളിളക്കങ്ങൾ ഉണ്ടാക്കുക, ഓഹരി വിപണിയിൽ തന്നെ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാക്കുക. ഓഹരി വിപണിയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ ഓഹരി വിപണി മാത്രം, ആഗോള ഓഹരി വിപണിയിലാണ് കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്കും ജപ്പാനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ബുൾസും ബേയേഴ്സും തമ്മിൽ, അതായത് കരടിയും കാളയും തമ്മിൽ അടിപിടി കലശല്, ഈ തരത്തിൽ ഓഹരി വിപണികളെ ഇളക്കി മറിക്കുക. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഓഹരി വിലകളിൽ കയറ്റിറക്കം ഉണ്ടാക്കുക. അവിടെയൊക്കെ തന്നെ, അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഒക്കെ തന്നെ സ്വാധീനിക്കുക. അങ്ങനെ പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മറ്റ് രാജ്യങ്ങളെ അവഹേളിക്കത്തക്ക രീതിയിൽ, അവരുടെ കാര്യക്ഷമത കുറയ്ക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഈ സ്വഭാവം, ഈ വികൃതമായ സ്വഭാവം എന്ന് വേണം പറയാൻ. അതായത് അമേരിക്ക ഒന്നായി തന്നെ നിൽക്കട്ടെ, പക്ഷെ അമേരിക്ക ഒന്നായി തന്നെ നിൽക്കണം, ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കട്ടെ എന്ന ആഗ്രഹം ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതിന് അവസരം കൊടുക്കാതെ ട്രംപിന്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റം, അതായത് ഓരോ ദിവസവും ഓരോ തരത്തില് ഈ ആഗോള സമ്പദ്ഘടനയെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള നയ തീരുമാനങ്ങൾ എടുത്ത് അത് പുറത്തു പറയുക. അങ്ങനെ എപ്പോഴും തൻ്റെ കയ്യിലാണ്, താനാണ് ഈ ലോകത്തെ വട്ടം കറക്കുന്നത് എന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്ന ട്രംപ്. ആ ട്രംപാണ് ഓഹരി വിപണിയെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്നെടുക്കുന്ന തീരുമാനമല്ല നാളെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ തീരുമാനവും ഓഹരി വിപണിയെ ഓരോ തരത്തിൽ സ്വാധീനിക്കും. ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന സ്വാധീനവും, അതായത് ചാഞ്ചാട്ടങ്ങൾക്ക്, ബെയറും ബുള്ളും തമ്മിലുണ്ടാകുന്ന ആ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് സ്വർണത്തിന്റെ, അതായത് അപ്പോൾ ആഗോള തലത്തിൽ വ്യാപാര വ്യവസായ സമൂഹം അല്ലെങ്കിൽ സ്വർണം കയ്യിൽ ഉണ്ടാകണം എന്ന് കരുതുന്നവര് ഒക്കെ, അവനവന്റെ ആസ്തി എങ്ങനെ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒരു ചാഞ്ചല്യം ഉണ്ടാക്കുന്നു. അവരെല്ലാം സ്വർണത്തിലേക്ക് മാറുന്നു. സ്വർണത്തിലേക്ക് മാറിയിട്ട് സ്വർണത്തിൽ നിന്ന് പതുക്കെ ഷെയറുകളിലേക്ക് മാറുമ്പോഴേക്കും വീണ്ടും പ്രശ്നം ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നു. വീണ്ടും അവർ സ്വർണത്തിലേക്കോ അല്ലെങ്കിൽ ഡോളറിലേക്കോ മാറുന്നു. ഇങ്ങനെ ഡോളർ, സ്വർണം, ഓഹരി, ഈ മൂന്നും തമ്മിലുള്ള ഒരു 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 കൈവിട്ട കളിയാണ് ഇന്നിപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ട്രംപിന് ഒരു സ്ഥിരത, അതായത് ട്രംപിന്റെ നയങ്ങളിൽ ഒരു സ്ഥിരത, അതുപോലെ ട്രംപിന് മറ്റ് രാജ്യങ്ങളോടുള്ള സമീപനത്തിൽ ഒരു സ്ഥിരത, അത് വന്നേ പറ്റൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് നിന്ന, ഇപ്പോൾ ട്രംപിന്റെ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ഡംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോവിയറ്റ് റഷ്യയെ ചൊൽപ്പടിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സോവിയറ്റ് റഷ്യയോട് ഹലോ പറഞ്ഞപ്പോൾ സോവിയറ്റ് റഷ്യ ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് വൻ ശക്തികൾ ഒന്നിച്ചു. ഇനിയിപ്പോൾ യൂറോപ്പ് എവിടെ കിടക്കുന്നു, ഏഷ്യൻ കൺട്രീസ് എവിടെ കിടക്കുന്നു, ഞങ്ങൾ രണ്ടും ഒത്തുചേർന്നാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം പുല്ലുപോലെ എന്ന രീതിയിലാണ് ട്രംപ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചൈനയും കൂടി ചേർന്നാൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ അത്തരം ഒരവസ്ഥ സൃഷ്ടിച്ച് മറ്റു രാജ്യങ്ങളെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നാണോ ഈ മൂന്ന് ശക്തികളും കൂടി തീരുമാനിക്കുന്നത് എന്നാണ് ലോകം ഇനി കണ്ട് അറിയേണ്ടത്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. ട്രംപിന്റെ ലക്ഷ്യങ്ങളല്ല ചൈനയ്ക്കും റഷ്യയ്ക്കും ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട്, പക്ഷേ ലക്ഷ്യങ്ങളിൽ ഒരുപക്ഷെ മൂന്ന് പേരുടെയും ഒരുപോലെ ആയിരിക്കാമേ. കാരണം ചൈന ഭരണകർത്താക്കളോ റഷ്യയുടെ ഭരണകർത്താക്കളോ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. അവരൊക്കെ അവനവൻ്റെ പോക്കറ്റിൽ മാത്രം വിശ്വസിക്കുകയും അവനവൻ്റെ അധികാരത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ്. ട്രംപും ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് പേരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാനൊക്കെ. ഈ ഭയം തന്നെയാണ് ഡോളർ സ്വർണ്ണ ചാഞ്ചാട്ടം, ഈ പറയപ്പെട്ട ഓഹരി വിപണി, സ്വർണം, ഡോളർ, ഇത് മൂന്നും കൂടി ചാഞ്ചാടാനുള്ള കാരണം. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ ട്രംപിൻ്റെ ഈ സ്വഭാവത്തിന് ഒരു സ്ഥിരത വരണം. അത് ഒരു പക്ഷേ എലൺ മസ്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ, എലൺ മസ്ക് ഇതുപോലെ ഭ്രാന്തനല്ലല്ലോ,
അഭ്രാന്തമായ ചിന്തകളുള്ളവനല്ല. അതുകൊണ്ട് എലൺ മസ്ക് തന്നെ ഒരു പക്ഷേ കുറച്ച് കഴിയാതെ തന്നെ പതുക്കെ ട്രംപിനെ ഒന്ന് മയപ്പെടുത്തി സ്ഥിരപ്പെടുത്തി കൊണ്ടുവന്നേക്കാം. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും ഡോളറും സ്വർണവും ഓഹരി വിപണിയും തമ്മിൽ ഒരു സമഞ്ജസ, അതായത് ഒരു ഐക്യം, അവ തമ്മിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിന് അവ പരസ്പരം കൈകോർക്കാതെ തന്നെ എവിടെ ഓരോരുത്തരും നിൽക്കണം, ഓഹരി വിപണി എവിടെ നിൽക്കണം, സ്വർണം എവിടെ നിൽക്കണം, ട്രംപിൻ്റെ ഡോളർ എവിടെ നിൽക്കണം, ആ ഒരു 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 ഏകീകരണം, പ്രവർത്തന ഏകീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവരെ നമുക്ക് ഈ സ്വർണത്തിൻ്റെ ഈ ചാഞ്ചാട്ടം കണ്ടിരിക്കുകയേ നിവർത്തിയുള്ളൂ. കഴിവതും സ്വർണത്തിൽ അങ്ങ് കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം സ്വർണത്തിൻ്റെ വില, എനിക്ക് നല്ല ഉറപ്പാണ്, ട്രംപിൻ്റെ സ്വഭാവത്തിൽ സ്ഥിരത വരുമ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും സ്വഭാവത്തിൽ ഏകദേശം ഒരു ഏകീകരണം, അതായത് പ്രവർത്തന രീതിയിൽ ഒരു സ്ഥിരത, അതാണ് ഏകീകരണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തന രീതിയിൽ ഒരു സ്ഥിരത വന്നു കഴിയുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില താഴേക്ക് പോകാനിടയുണ്ട്.